വിൻസർ ആപ്പിൽ നമ്മളെ ചില യൂസേഴ്സ് സജസ്റ്റ് ചെയ്തത് പ്രകാരം നമ്മൾ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സെക്ഷൻസിൽ വന്നിട്ട് ഞാനൊരു ജനറൽ സെക്ഷൻ ഇവിടെ ആഡ് ചെയ്യാണ്. ജനറൽ ആഡ് സെക്ഷൻ ആഡ് ചെയ്തു. ഇനി നമ്മൾ വന്നിട്ട് ജനറൽ സെക്ഷനിൽ ഒരു ഐറ്റം ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു ഉദാഹരണത്തിന് ക്യൂസ് ഞാൻ ആഡ് ചെയ്തു. ക്യൂസ് ഐറ്റം കോഡ് ഒരു 30 ആഡ് ഐറ്റം. അങ്ങനെ ക്യൂസ് ഇവിടെ ആഡ് ആയിട്ടോ. പക്ഷേ ഈ ക്യൂസിലേക്ക് നമുക്ക് ആളെ ചേർക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അതായത് ക്യൂസ് എന്ന മത്സരത്തിന് മത്സരാർത്ഥികളെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. ബൈ ഐറ്റം ക്യൂസ്. ഇവിടെ എന്ത് ചെയ്യില്ല, ഒരു മത്സരാർത്ഥിയുടെ പേരും വരില്ല. കാരണം എന്താ, ഈ ക്യൂസ് ജനറൽ വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ജനറൽ വിഭാഗത്തിലുള്ള മത്സരാർത്ഥികൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഒരു ജൂനിയറിൽ വരുന്നതാക്കി കഴിഞ്ഞാൽ ജൂനിയറിലുള്ള മത്സരാർത്ഥികളെല്ലാം ഇവിടെ ലിസ്റ്റായിട്ട് വരും. അതുപോലെ നമ്മളിവിടെ ജനറലാക്കുമ്പം ജനറലിലുള്ള മത്സരാർത്ഥികൾ മാത്രമേ, അതായത് ക്യൂസ് ജനറൽ മത്സരമാണല്ലോ, അതാക്കുമ്പോൾ ജനറലിലുള്ള മത്സരാർത്ഥികളെ മാത്രമേ ഇവിടെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് നമ്മൾ സെക്ഷനിൽ വന്നിട്ട് ഏതൊരു സെക്ഷന് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഓപ്പൺ ഓർ ക്രോസ് സെക്ഷൻ എന്ന് കാണാം. അതായത് ഇത് ഓണാക്കി ടിക്കിട്ട് കഴിഞ്ഞാൽ എല്ലാ സെക്ഷനിലുള്ള ആൾക്കാർക്കും ഈ ഒരു സെക്ഷനിൽ വരുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ അത് എനേബിൾ ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഐറ്റത്തിൽ പോയിട്ട് ക്യൂസായിരുന്നു നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഐറ്റം ക്യൂസ് കൊടുത്തപ്പോൾ ഇതിൽ ജൂനിയർ, സബ് ജൂനിയർ അങ്ങനെ എല്ലാ വിഭാഗക്കാരും വന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിലെ മത്സരാർത്ഥികളെയും നമുക്കിതിൽ പങ്കെടുപ്പിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ ഒരു ഓപ്പൺ സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ ജനറലാണ് ഓപ്പൺ സെക്ഷൻ സെറ്റ് ചെയ്തത്. അതിൽ നമ്മൾ ക്യൂസ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് 2 ഓപ്ഷൻ അധികം ഉണ്ടാവും. ഒന്നാമത് ഇതൊരു ഓപ്പൺ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പിന് പരിഗണിക്കണമെന്നാണ്. അതായത് സർഗപ്രതിഭ, കലാപ്രതിഭ തുടങ്ങിയ ഇനങ്ങളിൽ മത്സരം ടോട്ടൽ മാർക്ക് ചെയ്ത് നോക്കുമല്ലോ. ആ സമയത്ത് ഇത് ഉപയോഗപ്പെടുത്തത് കൂട്ടണോ കുറക്കണോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അടുത്തത് ഓരോ മത്സരാർത്ഥികൾക്കും ഇത്ര മത്സരങ്ങളെ പറ്റൂ എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റിൽ ഇവ പരിഗണിക്കുമെന്നാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് രണ്ടുപോലെ ഓൺ ഓഫും ചെയ്യാവുന്നതാണ്. അതാണ് നമ്മൾ ആദ്യത്തെ ഒരു ഓപ്ഷൻ. അതായത് നമുക്ക് ജനറൽ മത്സരങ്ങൾ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തൊരു ഓപ്ഷൻ വരുന്നത്, അടുത്തൊരു പുതിയ സൗകര്യം വരുന്നത്, നിലവിൽ നമ്മൾ മാർക്ക് പോയിൻ്റ് കൊടുത്തിരുന്നത് ഗ്രേഡ് അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. നോക്കാം, നമുക്ക് സെറ്റപ്പിലാണ്. സെറ്റപ്പ് കുറച്ചൊന്ന് ഓർഗനൈസ് ചെയ്തു, എല്ലാ കാര്യങ്ങളൊന്നും അടുക്കിച്ചിട്ടേലും വെച്ചതാണ്. ഇതിൽ മാർക്കിംഗ് ആൻഡ് പോയിൻറ്റ്സ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ജഡ്ജിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളാണ്. പിന്നെ ഗ്രേഡ് പോയിൻ്റ് എന്നിട്ട് കാണാം. ഇത് നമുക്ക് നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന സെറ്റപ്പാണ്. A+ ഗ്രേഡ് കിട്ടിയാൽ ഇത്ര പോയിൻറ്റ്, A കിട്ടിയാൽ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഐറ്റത്തിൻ്റെയും ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെ ഒക്കെ ഇവിടെ ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് റാങ്ക് ബോണസ് എന്നൊരു ഓപ്ഷൻ, അതായത് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക്, വ്യക്തിഗത മത്സരങ്ങളിൽ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഇത്ര പോയിൻറ്റ്, സെക്കൻഡിന് ഇത്ര പോയിൻറ്റ്, തേർഡിന് ഇത്ര പോയിൻറ്റ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഐറ്റത്തിൽ ഫസ്റ്റിന് ഇത്ര പോയിൻറ്റ്, സെക്കൻഡിന് ഇത്ര, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എല്ലാ മത്സരങ്ങളിലേക്കും ഇതെന്ത് ചെയ്യും, ബാധകമാവും. ആ രൂപത്തിലാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഓക്കെ. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഫസ്റ്റിന് ഇവിടെ 10 മാർക്കും സെക്കൻഡിന് 5, തേർഡിന് 1 എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് വരുന്ന സമയത്ത് അതിൽ ആ ഒരു പോയിൻ്റ് ആഡ് ആവുന്നതാണ്. ഇത് കൂടാതെ തന്നെ കുറച്ചും കൂടെ എഫേർട്ടുള്ള മത്സര ഇനങ്ങളാണെങ്കിൽ നമുക്ക് ഇതിലിപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കൊടുത്തത് പരിഗണിക്കാതെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കുന്ന ഒരു ഓപ്ഷനുണ്ട്. കുറച്ച് എഫേർട്ട് എടുത്തിട്ട് മത്സരിക്കുന്ന, ഇപ്പോൾ ഒരു മലയാളം സ്പീച്ച് നമുക്ക് നോക്കാം. ഇതിൽ എനേബിൾ കസ്റ്റം റാങ്ക് ബോണസ്, മറ്റേ അവിടെ ഉള്ളത് നമ്മളിവിടെ പരിഗണിക്കില്ല. അതവിടെ കൊടുത്തത് കോമൺ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റപ്പിൽ കൊടുത്തത്. അത് പരിഗണിക്കാതെ നമുക്ക് ഇവിടെ ഈ മത്സരത്തിന് മാത്രം അഡീഷണൽ അധികം പോയിൻ്റ്, അതായത് മറ്റൊടുത്ത് നമ്മൾ 10 കൊടുത്തെടുത്ത് ഇവിടെ ഫസ്റ്റ് ആൾക്ക് 20 നമുക്ക് കൊടുക്കാം.
അതുപോലെ സെക്കൻഡിന് 10, തേർഡിന് 5 എന്നുള്ള രൂപത്തിൽ നമുക്ക് ഓരോ മത്സരങ്ങൾക്കും ഇത് കസ്റ്റം ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും എന്നർത്ഥം. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത്, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോസ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻബിൽട്ട് ആയിട്ടുള്ള നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ലാത്ത ഒരു രൂപത്തിലായിരുന്നു പോസ്റ്റർ ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് കസ്റ്റം ചെയ്തിട്ട് ചെയ്യാവുന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഒരു സോളിഡ് കളറാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാം. ഡാർക്കോ ലൈറ്റൊക്കെ ആയിട്ടുള്ള കളർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ആക്കാം, 2 കളർ മിക്സ് ആയിട്ട് വരുന്ന രൂപത്തിൽ. അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് കൊടുക്കുക. ഇവിടെ അപ്ലോഡ് ഇമേജ് കൊടുത്താൽ ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് എടുത്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെക്സ്റ്റിൻ്റെ സൈസ്, ഫോട്ടോൻ്റെ സൈസൊക്കെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിൻ്റെ കളറ്, അങ്ങനെ നമ്മളെല്ലാ ഡിസൈനും സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ 10 സ്ലോട്ടുകളുണ്ട്. ഏതെങ്കിലും ഒരു സ്ലോട്ടിലേക്ക് അത് സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്ലോട്ട് 2ലേക്ക് സേവ് ചെയ്യുന്നു. സ്ലോട്ട് 2ൽ ആ ഒരു ഡിസൈൻ സേവായി. അങ്ങനെ സേവ് ആയതിന് ശേഷം പിന്നെ നമ്മളിവിടെ ഗാലറിയിൽ വന്നിട്ട്, ഗാലറിയിലല്ല, നമ്മുടെ റിസൾട്ടിൽ വന്നിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ കാണാം. ഏതാ പ്രീസെറ്റ് 1 2 ഏതാ വേണ്ടത് വെച്ചാൽ നമുക്ക് എടുക്കാം. 2 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2ൽ ഏതാണോ സെറ്റ് ചെയ്തത് ആ ഒരു ഡിസൈനിലേക്ക് ഇത് നമ്മൾ പോസ്റ്റർ ജനറേറ്റ് ആവും. പിന്നെ നമുക്ക് ഷെയറും ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ചെറിയ രൂപത്തിലുള്ള അപ്ഗ്രേഡാണ് പോസ്റ്ററിൻ്റെ കാര്യത്തിൽ വന്നത്. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ ഇൻഫോയിൽ നേരത്തെ നമുക്ക് സിംഗിൾ ഡേ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ ഡേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളായിരുന്നു. ഇപ്പോൾ മൾട്ടി ഡേ ഓപ്ഷൻ ഉണ്ട്. അതായത് 2 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് കൊടുത്താൽ ഇങ്ങനെ ഒരു പ്രിവ്യൂ വരും. പിന്നെ നമ്മളെ റിപ്പോർട്ടിലും കാര്യങ്ങളിലൊക്കെ ആ ഒരു ഡേറ്റ് ആയിരിക്കും വരും. അതുപോലെ തന്നെ മിക്ക പ്രോഗ്രാംസിനും ഇപ്പോൾ സ്ലോഗൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയൊരു ടാഗ് ലൈൻ ഉണ്ടാവും. അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്.